നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഭൂമിയിലാണ്. ഭൂമി 8 പ്ലാനറ്റുകൾ ഉൾപ്പെടുന്ന സോളാർ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അത് മിൽക്കി വേ ഗാലക്സിയിലാണ്. അവിടെ കോടാനുകോടിക്കണക്കിന് നക്ഷത്രങ്ങളും ഒരുപാട് പ്ലാനറ്റ്സുകളും ഉണ്ട്. പിന്നെയും അതുപോലെ ഒട്ടനവധി ഗാലക്സികളുണ്ട്. ഇതെല്ലാം വലിയൊരു യൂണിവേഴ്സിന്റെ ഭാഗമാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്. എന്നാൽ ശരിക്കും കാര്യങ്ങൾ ഇങ്ങനെയൊന്നും അല്ല. നമ്മളൊക്കെ വെറും കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആണ്. നമ്മളൊക്കെ ഒരു സിമുലേഷന്റെ ഭാഗമാണെന്നേ. നീ കഥ പറയാനെന്ന് പറഞ്ഞ് വന്നിരുന്നിട്ട് ഓരോ പൊട്ടത്തരം വിളിച്ച് പറയുവാണോ എന്നല്ല ചിന്തിക്കുന്നത്. എനിക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു കമ്പ്യൂട്ടർ സിമുലേഷനിലാണെന്ന് ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. ഉദാഹരണത്തിന്, ശോഭ ചിരിക്കുന്നില്ലേ? ഇങ്ങനെ നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ പറയുന്ന ഡയലോഗ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് ഏത് സിനിമയിലെ ഡയലോഗാണെന്ന് നമുക്കറിയാം. വടക്ക് നോക്കിയന്ത്രം എന്ന സിനിമയിലെ ഡയലോഗാണിത്. എന്നാൽ ഞാൻ പറയുന്നു, ഇങ്ങനെയൊരു ഡയലോഗ് ആ സിനിമയിലില്ല. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്നാൽ അതേ ഇത് കണ്ടു നോക്ക്. ശോഭയ്ക്ക് തമാശ ശരിക്കും മനസ്സിലായില്ലല്ലേ? ഇങ്ങനെയാണ് സിനിമയിലെ ശരിക്കും ഡയലോഗ്. ഇനിയിപ്പോൾ ആ ഒരു ഡയലോഗിനെ പറ്റി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് വിട്ടേക്കാം. എന്നാൽ അടുത്ത് പറയാൻ പോകുന്ന ഡയലോഗ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. നമ്മുടെ ഷക്കീല ചേച്ചി പറയാറില്ലേ, തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു. ഏത് സിനിമയിലേതാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ ഇങ്ങനെ ഒരു ഡയലോഗ് പുള്ളിക്കാരി പറഞ്ഞിട്ടേ ഇല്ല. ദേ ഇങ്ങനെയാണ് ശരിക്കുമുള്ള ഡയലോഗ്. പിന്നെ കൺഫ്യൂസ് ആയില്ലേ? അതും പോട്ടെ, അത് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതാണെന്ന് കരുതി വിട്ടേക്കാം. ഈ ഒരു ഫോട്ടോ നോക്കിയേ. ഇതിൽ ഈ ലെഫ്റ്റും റൈറ്റും കാണുന്നത് സെയിം ക്യാരക്ടർ തന്നെയാണ്. എന്നാൽ ഈ ക്യാരക്ടറിന്റെ വാലില് ഒരെണ്ണത്തിൽ കറുത്ത കളറുണ്ട്, മറ്റൊന്നിൽ കറുത്ത കളർ ഇല്ല. ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ? ഭൂരിപക്ഷവും ചിന്തിച്ചു വെച്ചേക്കുന്നത് കറുത്ത കളർ വാലിലുള്ളതാണ് കറക്റ്റ് ക്യാരക്ടർ എന്നാണ്. എന്നാൽ അതല്ല, ഇപ്പുറത്തുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ. അവസാനമായിട്ട് ഒരു എക്സാമ്പിൾ കൂടെ പറയാം. നമ്മുടെ സ്റ്റാർ വാഴ്സിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട്. ലൂക്ക്, ഐ എം യുവർ ഫാദർ. ഡയലോഗ് ശരിയാണോ? ലൂക്ക്, ഐ എം യുവർ ഫാദർ എന്ന് തന്നെയാണോ ആ ഡയലോഗ്? എന്നാൽ അങ്ങനെയല്ല. നോ, ഐ എം യുവർ ഫാദർ എന്നാണ് ഡയലോഗ്. ലൂക്ക് എന്ന് അവിടെ ഉപയോഗിക്കുന്നേ ഇല്ല. സത്യം ഇങ്ങനെയാണെന്നിരിക്കെ പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ മറിച്ച് ചിന്തിച്ചത്? എങ്ങനെയാണ് നമ്മുടെ ഓർമ്മകളിൽ ഇങ്ങനെയുള്ള ചെറിയ മിസ്റ്റേക്കുകൾ പറ്റിയത്? ഈ മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്നത് ഒരാൾക്കോ 10 പേർക്കോ 100 പേർക്കോ ഒന്നുമല്ല. ആയിരക്കണക്കിന് ആളുകൾക്ക്, ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇതേ സെയിം മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇതിനെയാണ് മണ്ടേല എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഇന്നത്തെ സിനിമയുടെ കഥയിലൂടെ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. പടത്തിന്റെ തുടക്കത്തിൽ ഒരാൾ ഒരു എലിയെ എടുത്ത് മെയ്സിലേക്ക് വിടുന്നതാണ് നമ്മൾ കാണുന്നത്. മെയ്സ് ഗെയിം അറിയാലോ, കറക്റ്റ് ആയിട്ടുള്ള വഴി കണ്ടുപിടിച്ച് പുറത്തു വരണം. ഇതൊരു പരീക്ഷണമാണ്. എത്ര സമയം കൊണ്ട് ഈ എലിക്ക് മെയ്സിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും? ആദ്യമൊക്കെ തുടർച്ചയായിട്ട് എലിക്ക് കുറേയധികം മിസ്റ്റേക്കുകൾ പറ്റും. പിന്നെയും ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ എലി കൂടുതൽ ബെറ്റർ ആയി വരും. റോങ് ആയിട്ടുള്ള വഴികൾ ചൂസ് ചെയ്യാതെ കറക്റ്റ് ആയിട്ടുള്ള വഴികളിലൂടെ എങ്ങനെയെങ്കിലും മെയ്സിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. ഓരോ തവണ ഈ പരീക്ഷണം ചെയ്യുമ്പോഴും എലി ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കുകയാണ്. മുമ്പ് തെറ്റിപ്പോയ വഴികളിലൂടെ അത് പോകുന്നില്ല. അതിന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ ഒരു മെയ്സിന്റെ മാപ്പ് പതിയുന്നു. അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള വഴി കണ്ടുപിടിച്ച് എലി പുറത്തിറങ്ങും. ഓരോ തവണയും എലി പുറത്തിറങ്ങാൻ എടുക്കുന്ന ടൈം കുറഞ്ഞു വരും. അതായത് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ എലിക്ക് മെയ്സ് വേഗത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ ചെയ്താണ് ഇങ്ങനെയുള്ള ബീങ്സിന്റെ ഓർമ്മകളെ പറ്റി റിസർച്ചേഴ്സ് മനസ്സിലാക്കുന്നത് എന്നിങ്ങനെ നമ്മുടെ കഥാനായകൻ ബ്രണ്ടൻ നമുക്ക് പറഞ്ഞു തരികയാണ്. നമ്മുടെ ബ്രണ്ടൻ ഒരു വീഡിയോ ഗെയിം ഡെവലപ്പറാണ്. വീഡിയോ ഗെയിം ക്രിയേറ്റ് ചെയ്യുമ്പോഴും അദ്ദേഹം ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഓരോ ലെവലും വലിയ പരീക്ഷണങ്ങളാണ്. മുന്നോട്ട് പോകും തോറും അതിന്റെ ഹാർഡ്നെസ് കൂടി വരും. തൊട്ട് മുമ്പത്തെ ലെവലിൽ എങ്ങനെ കളിച്ചു എന്ന് മനസ്സിലാക്കി നമ്മൾ ബെറ്റർ ആവണം. നമ്മുടെ ഓർമ്മകൾ ബെറ്റർ ആവണം. തൊട്ട് മുമ്പ് കളിച്ചതിനേക്കാൾ ബെറ്റർ ടൈമിൽ ഫിനിഷ് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഇദ്ദേഹമാണ് നമുക്ക് ആ പരീക്ഷണത്തെ പറ്റിയൊക്കെ പറഞ്ഞു തന്നത്. ബ്രണ്ടൻ, നമ്മുടെ ഹീറോ. കൂടെയുള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യ ക്ലെയറും ഇവരുടെ ഒരേ ഒരു മകൾ സാമും. സാമിന്റെ കയ്യിലിരിക്കുന്ന ആ പാവ കണ്ടില്ലേ, ജോർജ്. അവളുടെ ഫേവറേറ്റ് പാവയാണത്. അത് വിട്ടൊരു കളിയില്ല. എവിടെ പോയാലും കൊച്ചിന് ഈ പാവ വേണം. കുറേ സമയം ഇവർ ആ ബീച്ചിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൊച്ചു സാമിന് ഷെല്ല് കളക്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി. അച്ഛനോടും അമ്മയോടും പെർമിഷൻ ചോദിച്ചു. അവളുടെ ഫേവറേറ്റ് പാവ ജോർജിനെയും കൊണ്ട് തീരത്തേക്ക് പോകുന്നു. ഷെൽസ് കളക്ട് ചെയ്യുന്നതിനിടെ നമ്മുടെ സാമിന്റെ ഫേവറേറ്റ് ജോർജ് പാവയില്ലേ, അത് തിരയടിച്ച് കടലിലേക്ക് പോയി. പാവ എടുക്കാൻ നമ്മുടെ സാമും കടലിലേക്ക് ഇറങ്ങിപ്പോയി. എന്നാൽ പാവയും കൊണ്ട് തിരിച്ചു വരാൻ അവളെ കൊണ്ട് സാധിച്ചില്ല. ഒത്തിരി സന്തോഷത്തോടെ സമാധാനത്തിൽ ജീവിച്ചിരുന്ന ആ കുടുംബം ദുഃഖത്തിലേക്ക് വീണുപോയി. കുടുംബക്കാരും കൂട്ടുകാരും വേണ്ടപ്പെട്ടവരും ഒക്കെ ഇവരോടൊപ്പം ഇവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുണ്ട്. അവരൊക്കെ അവരാൽ പറ്റും വിധം നമ്മുടെ ബ്രണ്ടനെയും ക്ലിയറിനെയും ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര ആളുകൾ ആശ്വസിപ്പിക്കുന്ന പോലെ സംസാരിച്ചെന്ന് പറഞ്ഞാലും ഇവരുടെ വിഷമം മാറുമോ? ഇവർ ഒരുപാടധികം സ്നേഹിച്ചിരുന്ന, ഇവരുടെ എല്ലാമായിരുന്ന സാമിന്റെ വിയോഗം രണ്ടാളെയും വല്ലാണ്ടങ്ങ് തളർത്തി കളയുന്നുണ്ട്. അതിലും പ്രത്യേകിച്ച് നമ്മുടെ ബ്രണ്ടൻ, പുള്ളിക്കാരൻ ഒന്നിനും വയ്യാത്തൊരവസ്ഥ. അതായത് താനിനി എന്തിനാണ് മുന്നോട്ട് ജീവിക്കുന്നത് എന്നുള്ള ചിന്ത. തന്റെ സാമില്ലാത്ത ഈ ലോകത്ത് ആർക്ക് വേണ്ടി ജീവിക്കാനാണ്? എത്ര ഹാപ്പി ആയിരുന്നു തങ്ങൾ, എന്ത് നല്ല ലൈഫായിരുന്നു. എത്ര വേഗമാണ് കാര്യങ്ങളൊക്കെ തകിടം പറഞ്ഞത്. തങ്ങളുടെ ലൈഫ് ഇങ്ങനെയായി മാറിയെന്ന് അവനെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. തന്റെ മകൾ സാം മരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഹീറോ എത്തിപ്പെടുകയാണ്. സാം മരിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും അവൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊന്നും വീട്ടിൽ നിന്ന് മാറ്റാൻ ബ്രണ്ടൻ സമ്മതിക്കുന്നില്ല. അല്ല, ഇതൊക്കെ ഇവിടെ തന്നെ വെച്ചേക്കാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണ്ടേ? അത് വേണ്ട ക്ലിയർ, അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളല്ലേ അതൊക്കെ ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ഇതൊക്കെ അവളുടെ ഫേവറേറ്റ് ബുക്സ് ആണ്, ഇതൊന്നും ഇവിടുന്ന് മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല എന്നിങ്ങനെയൊക്കെ പറഞ്ഞു പുള്ളിക്കാരൻ അവിടെ ഉള്ളൊരു ബുക്ക് എടുത്ത് നോക്കുമ്പോഴാണ് അതിൽ അബ്നോർമൽ ആയിട്ടൊരു കാര്യം ഇവൻ ശ്രദ്ധിക്കുന്നത്. സാമിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്കുകളിലൊന്ന് ദ ബേൺസ്റ്റൈൻ ബിയേഴ്സ്. അതിന്റെ പേര് കണ്ടപ്പോൾ പെട്ടെന്ന് ഇവൻ എന്തൊക്കെയോ കൺഫ്യൂഷൻ
കൺഫ്യൂഷൻ. ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ, ബേൺസ്റ്റൈൻ്റെ സ്പെല്ലിംഗ് എന്താണ് കൊടുത്തിരിക്കുന്നത്? BERENSTAIN. എന്നാൽ ഇവിടെ നമ്മുടെ ബ്രണ്ടന്റെ ഓർമ്മ പ്രകാരം ആ വാക്കിൽ എ എന്ന അക്ഷരമില്ല. അവൻ ഓർത്തിരിക്കുന്ന സ്പെല്ലിംഗ് BERENSTEIN എന്നാണ്. ശരിക്കും ഇവിടെ ബുക്കിൽ എ ആണ്, പക്ഷേ ഇവന്റെ ഓർമ്മ പ്രകാരം അവിടെ ഇ ആണ്. ഈ കാര്യം നമ്മുടെ ബ്രണ്ടനെ അങ്ങ് കൺഫ്യൂസ് ആക്കി കളയുന്നുണ്ട്. ഇത്രയും നാൾ താൻ വിചാരിച്ചിരുന്നത്, താൻ വിശ്വസിച്ചിരുന്നത് അവിടെ ഇ ആണെന്നാണ്. എന്നാൽ ഇപ്പോൾ എ ആണെന്ന് കണ്ടപ്പോൾ എന്തോ ഒരു വല്ലാത്ത പോലെ. ശേഷം രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ഇവരുടെ വീടിനുള്ളിൽ വേറെ ആരോ ഉള്ള പോലെ ശബ്ദം കേൾക്കുന്നു. ഇതാറാ ഈ പാതിരാത്രി വീടിനകത്ത് കയറിയേ? തങ്ങളറിയാതെ ആരുടെ വീടിനകത്ത് കയറിയെന്നുള്ള ഡൗട്ടിൽ ഒരു ബാറ്റും എടുത്ത് വല്ല കള്ളന്മാരും ആയിരിക്കുമെന്ന് കരുതി നമ്മുടെ ബ്രണ്ടൻ ശബ്ദം കേൾക്കുന്ന അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നു. കള്ളന്മാരൊന്നുമല്ല, അളിയനായിരുന്നു. ഇവന്റെ അളിയനെ, നമ്മുടെ ക്ലെയറിന്റെ ബ്രദർ. രാത്രിയല്ലേ, എല്ലാവരും ഉറങ്ങിക്കാണെന്ന് കരുതി ആരെ ബുദ്ധിമുട്ടിക്കാൻ പോയില്ല. വീടിനകത്ത് കയറി എന്തെങ്കിലും കഴിക്കാനുണ്ടെന്ന് നോക്കുമായിരുന്നു. തുടർന്ന് മാറ്റിന് കഴിക്കാനും കുടിക്കാനും ആവശ്യമായിട്ടുള്ള ഫുഡൊക്കെ എടുത്തു കൊടുത്ത് നമ്മുടെ ബ്രണ്ടൻ അവനോട് സംസാരിക്കുന്നു. സംസാരത്തിനിടയിൽ ദ ബേൺസ്റ്റൈൻ ബിയേഴ്സിനെ പറ്റിയും അവൻ പറയുന്നുണ്ട്. ബേൺസ്റ്റൈൻ എന്ന വാക്കിലെ ഈ ഒരു ഡിഫറൻസ് ഇപ്പോഴാണ് മാറ്റും ശ്രദ്ധിക്കുന്നത്. ഇത്രയും നാളും നമ്മുടെ ബ്രണ്ടൻ വിചാരിച്ചിരുന്ന പോലെ തന്നെയാണ് മാറ്റും വിചാരിച്ചിരുന്നത്. അതോടെ ബ്രണ്ടൻ ഒരു കാര്യം ഉറപ്പായി, ഇതിപ്പോൾ തന്റെ മാത്രം കുഴപ്പമല്ല, തന്റെ ചിന്തയുടെ കുഴപ്പമല്ല, തന്റെ അളിയനും ഇതുപോലെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ ഇതിനെപ്പറ്റി ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കാമെന്ന് കരുതി അവൻ ഗൂഗിൾ ചെയ്ത് നോക്കുന്നുണ്ട്. തുടർന്ന് വൈസ് എന്ന സൈറ്റിൽ ഈ ടോപ്പിക്കിനെ പറ്റി വിശദമായിട്ടൊരു ആർട്ടിക്കിൾ ഇവൻ കാണുന്നു. അതിലൂടെ പോയി മണ്ടേല എഫക്റ്റിനെ പറ്റിയും മനസ്സിലാക്കി. മണ്ടേല എഫക്റ്റിനെ പറ്റി മനസ്സിലാക്കിയപ്പോഴാവട്ടെ ഇത് ബേൺസ്റ്റൈൻ ബിയേഴ്സിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഒട്ടനവധി കാര്യങ്ങളിൽ, പേരുകളിൽ, ലോഗോകളിൽ ഇതുപോലെയുള്ള തെറ്റായിട്ടുള്ള ഓർമ്മകൾ ആളുകൾക്കുണ്ട്. യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ മറ്റൊരു തരത്തിലാണ് ആളുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഒന്നോ രണ്ടോ ആളുകളെ അല്ല ഈ ഓർമ്മ സ്വാധീനിച്ചിട്ടുള്ളത്, ഒട്ടനവധി ആളുകൾക്ക് ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് റിപ്പോർട്ട്സ് ഉണ്ട്. രാത്രി മുഴുവൻ ബ്രണ്ടൻ ഇങ്ങനെയുള്ള ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചിരുന്നു. രാവിലെ എഴുന്നേറ്റ് വരുന്ന ക്ലെയർ ആവട്ടെ അവൾ വീണ്ടും ജോലിക്ക് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറയുന്നു. സാമിന്റെ മരണത്തിന് ശേഷം ഇവളും വല്ലാത്തൊരവസ്ഥയിലായിരുന്നല്ലോ. അവൾക്ക് ഒന്നും അങ്ങോട്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി വരാൻ പുള്ളിക്കാരിക്ക് സാധിച്ചു. ബ്രണ്ടനെ പോലെ പഴയ കാര്യങ്ങൾ ഓർത്തിരിക്കാതെ മുന്നോട്ട് ജീവിക്കാനുള്ള കാര്യങ്ങളെ പറ്റി അവൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിലാണ് നമ്മുടെ ബ്രണ്ടൻ ഇവരുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ശ്രദ്ധിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവരൊരു വെക്കേഷന് പോയിരുന്നു. ആ സമയത്ത് ഗ്രിഫിത്ത് ഒബ്സർവേറ്ററിയിൽ പോയപ്പോൾ അവിടെ വെച്ചെടുത്തൊരു ഫോട്ടോ ആണത്. എന്നാൽ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ ഫോട്ടോ എടുത്തത് ഗ്രിഫിത്ത് ഒബ്സർവേറ്ററിയിൽ വെച്ച് തന്നെയാണെന്ന് നമ്മുടെ ബ്രണ്ടൻ ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. വെയിറ്റ്, ഈ ഫോട്ടോ എടുത്തതൊക്കെ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്, ബട്ട് ഇത് ഗ്രിഫിത്ത് ഒബ്സർവേറ്ററി അല്ല, ഇത് പസഫിക് സയൻസ് സെന്റർ അല്ലേ? യെസ്, എനിക്ക് ഉറപ്പാണ് ഈ ഫോട്ടോ നമ്മൾ പസഫിക് സയൻസ് സെന്റർ വെച്ചാണ് എടുത്തത്. കമോൺ ബ്രണ്ടൻ, നിനക്ക് സ്ഥലം മാറിപ്പോയതാ. ഈ ഫോട്ടോ നമ്മൾ ഗ്രിഫിത്ത് ഒബ്സർവേറ്ററി വെച്ച് തന്നെ എടുത്തേ. ക്ലെയർ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഇത് പസഫിക് സയൻസ് സെന്റർ വെച്ചെടുത്ത ഫോട്ടോ ആണ്. ബ്രണ്ടൻ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്, എനിക്ക് ഇതിനൊന്നുള്ള സമയമില്ല, ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ്, അതിന്റെ കൂടെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വരല്ലേ. അവളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി നമ്മുടെ ബ്രണ്ടൻ ആ ഫോട്ടോയും അവന്റെ ലാപ്പും ഒക്കെ എടുത്ത് അവിടുന്ന് മാറിപ്പോയി. ഇവന്റെ ഓർമ്മകൾ അനുസരിച്ച് ഈ ഫോട്ടോ സയൻസ് സെന്റർ വെച്ചെടുത്തതാണ്. ഈ ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് അവരുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇവന് ക്ലിയർ ആയിട്ട് ഓർത്തെടുക്കാനും സാധിക്കുന്നുണ്ട്. അവരൊരു വെക്കേഷനിലായിരുന്നു. ആ സമയത്ത് ക്ലിയറിന്റെ അച്ഛനെയും അമ്മയും കണ്ടിരുന്നു. പേരൻസിനെ മീറ്റ് ചെയ്ത് നേരെ സയൻസ് സെന്ററിലേക്കാണ് പോയത്. അവിടെ വെച്ച് ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇവന്റെ മകൾ സാമിന്റെ പോസിംഗ് പോലും ഇവൻ ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. സംഭവിച്ചിട്ടേ ഇല്ലാത്ത കാര്യം ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇത്ര വ്യക്തമായിട്ട് ആർക്കെങ്കിലും ഓർത്തിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെയെങ്കിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ബ്രണ്ടനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് സത്യം. എന്നാൽ ക്ലിയർ ഇത് സമ്മതിച്ചു കൊടുക്കില്ല. ഗ്രിഫിത്ത് ഒബ്സർവേറ്ററിൽ പോയതും അവിടെ നിന്ന് ഫോട്ടോ എടുത്തതും ഒക്കെ അവൾക്ക് വ്യക്തമായി ഓർമ്മയുണ്ട്. ഇങ്ങനെയൊക്കെ ആയതോടെ സ്വന്തം റിയാലിറ്റി സംശയിക്കാൻ തുടങ്ങിയ നമ്മുടെ ഹീറോ ആവട്ടെ ഇക്കാര്യങ്ങളൊക്കെ അവന്റെ അളിയനോട് മാറ്റിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാറ്റ് ആദ്യം ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. മണ്ടേല എഫക്റ്റിനെ പറ്റി കുറേ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് എന്തുകൊണ്ടാണ് ഈ ഒരു എഫക്റ്റിന് മണ്ടേല എഫക്റ്റ് എന്ന് പേര് വന്നതെന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ A to Z കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. പാരാനോർമൽ കൺസൾട്ടന്റ് കൂടിയായ ഫിയാനോ ബ്രൂമാണ് മണ്ടേല എഫക്റ്റ് എന്ന ഈ ഒരു സംഭവത്തെ പറ്റി ആദ്യമായി പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ സൗത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന നെൽസൺ മണ്ടേല 1980 മരണപ്പെട്ടു എന്നാണ് ആ പുള്ളിക്കാരി വിശ്വസിച്ചിരുന്നത്. അവർ മാത്രമല്ല, ലോകമെമ്പാടും ആയിരക്കണക്കിന് ആളുകൾ, 10,000-കണക്കിന് ആളുകൾ ഇതേ കാര്യം വിശ്വസിച്ചിരുന്നു. നെൽസൺ മണ്ടേല ജയിലിൽ വെച്ച് മരിച്ചതായിട്ടും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ വരുന്നതായിട്ടും അദ്ദേഹത്തിന്റെ ഭാര്യ വിഷമിച്ച് കരയുന്നതായിട്ടും ഒക്കെ ടിവിയിലൂടെ, ന്യൂസുകളിലൂടെ കണ്ട ആളുകളുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ 1980 കഴിഞ്ഞ് 3 പതിറ്റാണ്ടുകളോളം മണ്ടേല ജീവിച്ചിരുന്നു. സ്റ്റിൽ ഒട്ടനവധി ആളുകൾക്കിടയിൽ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. അതായത് സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യം സംഭവിച്ചു എന്ന് ആളുകളൊക്കെ വിശ്വസിച്ചു. ഇത് തിരിച്ചും സംഭവിക്കാം. അതായത് ഓൾറെഡി സംഭവിച്ച കാര്യം സംഭവിച്ചിട്ടില്ല എന്ന് ആളുകൾ വിശ്വസിക്കുന്ന പ്രതിഭാസം. ഇതിനെയാണ് മണ്ടേല എഫക്റ്റ് എന്ന് പേരിട്ട് വിളിക്കുന്നത്. ഇതിന് ഒട്ടനവധി എക്സാമ്പിൾസ് ഉണ്ട്. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ കുറേയധികം എക്സാമ്പിൾസ് പറഞ്ഞിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ശാസ്ത്രലോകത്തിന് ഇതുവരെയും പ്രോപ്പറായിട്ട് ഉത്തരം കൊടുക്കാൻ പറ്റാത്തൊരു ചോദ്യമാണത്. കൃത്യമായ ഒരു ഉത്തരമില്ലെങ്കിലും ഒരുപാട് പേര് മുന്നോട്ട് വെക്കുന്ന കുറേയധികം തിയറീസ് പാരലൽ യൂണിവേഴ്സുകളെ പറ്റിയുള്ളതാണ്. പാരലൽ യൂണിവേഴ്സ്, ഓൾട്ടർനേറ്റീവ് ടൈം ലൈൻസ്. അതായത് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ യൂണിവേഴ്സിനെ പോലെ ഒട്ടനവധി യൂണിവേഴ്സുകൾ ഉണ്ടത്രേ. ഇങ്ങനെയുള്ള പാരലൽ യൂണിവേഴ്സുകളിൽ നമ്മുടെ യൂണിവേഴ്സിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ സംഭവിക്കുന്നുണ്ട്. ചെറിയ വ്യത്യാസങ്ങളോടുകൂടി സംഭവിക്കുന്നുണ്ട്. ഈ ഒരു തിയറി വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് യൂണിവേഴ്സസ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പാരലൽ യൂണിവേഴ്സസ് ഉണ്ടെന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ ഈ യൂണിവേഴ്സിലുള്ള ഫിലിം ഫ്ലെക്സ് ചാനലിന് ഇത്ര സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. എന്നാൽ പാരലൽ യൂണിവേഴ്സിൽ നമ്മളാണ് യൂട്യൂബിൽ ഏറ്റവും ടോപ്പ്. വേറൊരു യൂണിവേഴ്സിൽ ഇങ്ങനൊരു ചാനലേ ഇല്ല. വേറെ യൂണിവേഴ്സിൽ മനുഷ്യന്മാരേ ഇല്ല. നമ്മളെല്ലാം വെറും കല്ലുകളാണ്, ജീവനില്ലാത്ത ജന്തുക്കളാണ്. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പോസിബിലിറ്റീസുമായിട്ട് ഒട്ടനവധി യൂണിവേഴ്സുകൾ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഇതെല്ലാം കോ എക്സിസ്റ്റിംഗ് ആണെന്ന് സങ്കല്പിക്കുക. അതായത് ഇതെല്ലാം ഒരു സ്ഥലത്ത് തന്നെയാണുള്ളത്. എന്നാൽ നമുക്ക് നമ്മുടെ റിയാലിറ്റി മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. ഇതേ സ്ഥലത്ത് ഇതേ പോയിന്റ് തന്നെ പാരലൽ യൂണിവേഴ്സ് ഉണ്ട്. എന്നാൽ അങ്ങോട്ട് നമുക്ക് പോകാൻ സാധിക്കത്തില്ല. മണ്ടേല എഫക്റ്റ് പാരലൽ യൂണിവേഴ്സ് കാരണമാണ് സംഭവിക്കുന്നത് എന്ന തിയറി മുന്നോട്ട് വെക്കുന്നവർ പറയുന്നത് നമുക്കുണ്ടാവുന്ന ഓർമ്മകൾ, ഇതുപോലെ ഉണ്ടാവുന്ന മണ്ടേല എഫക്റ്റുകളൊക്കെ പാരലൽ
യൂണിവേഴ്സിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്നാണ്. ഉദാഹരണമായി നമ്മുടെ ഈ യൂണിവേഴ്സിൽ സ്റ്റാർ വാഴ്സിനകത്തെ ആ പ്രശസ്തമായ ഡയലോഗ് ലൂക്ക് ഐ എം യുവർ ഫാദർ എന്നല്ല, പകരം നോ ഐ എം യുവർ ഫാദർ എന്നാണ്. പിന്നെയും നമ്മൾ നോയ്ക്ക് പകരം അവിടെ ലൂക്കിനെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നാൽ ഏതോ പാരലൽ യൂണിവേഴ്സിൽ നോയ്ക്ക് പകരം ലൂക്കിനെ യൂസ് ചെയ്തു. നമ്മളൊക്കെ ആ സമയത്ത് ആ പാരലൽ യൂണിവേഴ്സിൽ പെട്ടുപോയി. നമ്മുടെയൊക്കെ ഓർമ്മകൾ അവിടെ സ്റ്റക്കായി പോയി. ഇങ്ങനെയുള്ള വേരിയേഷൻസ് കാരണം ചില സമയത്ത് നമ്മുടെ ഓർമ്മകൾ അങ്ങോട്ടൊന്ന് പോയി കറങ്ങി തിരിച്ചു വരുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ഓർമ്മകളൊക്കെ ഉണ്ടാവുന്നത് എന്നാണ് ഈ തിയറിക്കാർ പറയുന്നത്. ഇക്കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രണ്ടൻ മാറ്റിന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവൻ ഇതൊന്നും കേൾക്കണ്ട. ഇത് പറഞ്ഞു തുടങ്ങിയപ്പോഴേ പുള്ളിക്കാരന് ബോറടിച്ചു. ഓ നീ നിന്റെ തിയറീസും കൊണ്ട് പോയ അവിടുന്ന്, മനുഷ്യനെ പ്രാന്താക്കാൻ ഉറതും കൊണ്ട് വന്നോളും എന്ന മട്ടിലാണ് അവൻ. എന്നാലും നമ്മുടെ ഹീറോ വിടുവോ? പുറകെ ചെന്ന് അവനോട് വീണ്ടും ഈ കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എടാ നീ ഇതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇതെന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മാൻ, ഇതൊക്കെ ഫാൾസ് മെമ്മറി, നമ്മളത് തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വെക്കത്തില്ലേ, അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അങ്ങനെയൊന്നും അല്ലടാ. റെഡിറ്റിലൊക്കെ എത്ര പേരാ ഇതിനെപ്പറ്റി പോസ്റ്റ് എഴുതിയിരിക്കുന്ന അറിയോ? എന്തൊന്ന് റെഡിറ്റാ? അതിലേതോ ഒരുത്തിന് എന്തോ പൊട്ടത്തിൽ എഴുതി വെച്ചെന്ന് പറഞ്ഞ് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വന്നാൽ എങ്ങനെ ശരിയാവുന്നേ? പിന്നെ എനിക്ക് റെഡിറ്റ് കയറുന്നതിന് വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഈ കാര്യത്തിനിടയ്ക്ക് അവൻ്റെ ആ കാര്യം എടാ ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക എന്നും പറഞ്ഞ് പിടിച്ചിരുത്തി പറഞ്ഞു കൊടുക്കുന്നു. ലുക്ക്, സംഭവം വളരെ സിമ്പിളാണ്. ചില സമയത്ത് നമ്മൾ പാരലൽ യൂണിവേഴ്സിലേക്ക് നൈസായിട്ടൊന്ന് സ്ലൈഡ് ആവും. അവിടെ സംഭവിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരാം. അതാണ് ഒരു പോസിബിലിറ്റി. മറ്റൊരു പോസിബിലിറ്റി നമ്മൾ ജീവിക്കുന്നത് ഒരു സിമുലേഷനിലായിരിക്കാം എന്നുള്ളതാണ്. അതായത് ഇതല്ല ഒറിജിനൽ യൂണിവേഴ്സ്, ഇത് ഒറിജിനൽ യൂണിവേഴ്സിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേർഷൻ മാത്രമാണ്. മണ്ടേല എഫക്റ്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഗ്ലിച്ചസ് ആയിക്കൂടെ? ആവാലോ, അല്ലെങ്കിൽ ഇതൊരു ഫോൾസ് മെമ്മറിയും ആവാലോ. ദാണ്ട് കിടക്കുന്നു. ഇതിപ്പോൾ ഇവനെ പിടിച്ചിരുത്തി പറഞ്ഞു കൊടുത്തിട്ടും ഇവനെ ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ലോ എന്നായിപ്പോയി നമ്മുടെ ബ്രണ്ടൻ പറയുന്ന കാര്യങ്ങളൊക്കെ ആരും വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിലും ഇതുവരെ അവന് കണ്ടെത്താൻ സാധിച്ച കാര്യങ്ങളിലൂടെ കൂടുതൽ അന്വേഷിച്ച് മുന്നോട്ട് പോകാൻ അവൻ ശ്രമിക്കുന്നു. ഈ ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചിട്ടുള്ള, ഇതിൽ ഗവേഷണം നടത്തിയിട്ടുള്ള ഒരുപാട് ആളുകളുടെ ആർട്ടിക്കിൾസ്, വീഡിയോസ് ഒക്കെ അവൻ എടുത്തു വെച്ച് കാണുന്നു. അതിലൊട്ടുമിക്ക ആളുകളും പാരലൽ യൂണിവേഴ്സിന്റെ പോസിബിലിറ്റിയെ പറ്റിയാണ് പറയുന്നത്. സയന്റിസ്റ്റുകളൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ടു. ഇനി മതങ്ങൾക്ക് എന്താണ് ഇക്കാര്യങ്ങളെ പറ്റി പറയാനുള്ളതെന്ന് അറിയാനായിട്ട് ഇവന്റെ പള്ളിയിലുള്ള പ്രീസ്റ്റിന്റെ അടുത്ത് നിന്ന് ഇക്കാര്യങ്ങളെ പറ്റി ചോദിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്, എന്തുകൊണ്ടാണ് ദൈവം എന്റെ മകളെ തന്നെ ചൂസ് ചെയ്തത്? അത് പിന്നെ ദൈവത്തിന്റെ പദ്ധതികൾ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. നിന്റെ മകൾ ദൈവത്തോടൊപ്പം സ്വർഗ്ഗത്തിൽ ജീവിക്കും. ദൈവം അവളെ തിരഞ്ഞെടുത്തതാണ്. അവൻ ഓരോ സമയത്തും ഓരോരോ പദ്ധതികളുണ്ട്. അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമ്മളത് തേടി പോകുന്നത് അർത്ഥശൂന്യമാണ്. ലൈഫിന്റെ മീനിങ് എന്താണെന്ന് നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷേ ലൈഫിന് ഒരു പർപ്പസ് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഇതാണ് പ്രീസ്റ്റിന്റെ മറുപടി. അവിടെ എവിടെയും തൊടാതെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഇതുകൊണ്ടൊക്കെ പ്രീസ്റ്റ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹത്തിനും മനസ്സിലായില്ല, നമ്മുടെ ഹീറോയ്ക്കും മനസ്സിലായില്ല. ശേഷം അന്ന് രാത്രി നമ്മുടെ ക്ലെയർ ബ്രണ്ടനോട് അവൻ ഈ പറയുന്ന തിയറീസിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് ഇവൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒട്ടും ലോജിക്കില്ലാത്ത പോലെയാണ് അവൾക്ക് ഫീൽ ചെയ്യുന്നത്. മണ്ടേല എഫക്റ്റ്, ഓൾട്ടർനേറ്റ് റിയാലിറ്റി, പാരലൽ യൂണിവേഴ്സ്, ഇതൊരു സിമുലേഷനാണ്, പാരലൽ യൂണിവേഴ്സിലേക്ക് നമുക്ക് പോകാൻ പറ്റും, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഏത് ഭാര്യയ്ക്കാണെങ്കിലും ആശങ്ക ഉണ്ടാവും. ക്ലെയർ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാൻ ബ്രണ്ടനോട് പറയുമ്പോൾ ഇവനാവട്ടെ ഒരു എക്സാമ്പിൾ അടക്കം അവൾക്ക് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുക്കാൻ ശ്രമിക്കുന്നു. നിനക്ക് മോണോപോളി മാൻ ഓർമ്മയില്ലേ? എന്താ ഇപ്പം അതിനെപ്പറ്റി ചോദിക്കാൻ? മോണോപോളി മാൻ്റെ മുഖത്ത് മോണോക്കൾ ഉണ്ടോ ഇല്ലയോ? പറയൂ ഗൈസ്, ഈ ചോദ്യം നിങ്ങളോട് കൂടിയാണ്. ഈ കാണുന്ന രണ്ട് പിക്ചറിൽ ഏതാണ് കറക്റ്റ്? മോണോക്കൾ വെച്ചിട്ടുള്ള മോണോപോളി മാൻ ആണോ, മോണോക്കൾ ഇല്ലാത്ത മോണോപോളി മാൻ ആണോ? ഇവിടെ നമ്മുടെ ക്ലെയർ മോണോപോളി മാൻ്റെ മുഖത്ത് മോണോക്കൾ ഉണ്ടെന്ന് ഉറപ്പിച്ച് പറഞ്ഞു. എന്നാൽ ശരിക്കും മോണോപോളി മാന് മോണോക്കൾ ഇല്ല. അതുകൊണ്ട് ക്ലെയറിന് വിശ്വസിക്കാനായില്ല. താൻ ഇത്രയും നാൾ ചിന്തിച്ചു വെച്ചിരുന്ന, താൻ ഇത്രയും നാൾ ഓർത്ത് വെച്ചിരുന്ന തന്റെ ഓർമ്മകൾ തെറ്റാണോ? ബ്രണ്ടൻ കുറച്ചുകൂടെ എക്സാമ്പിൾസ് അവൾക്ക് കാണിച്ചു കൊടുത്ത് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നു. ക്യൂരിയസ് ജോർജ് എന്ന ഈ ഫേമസ് ക്യാരക്ടർ, ഈ ക്യാരക്ടറിന് ആക്ച്വലി വാലില്ല. എന്നാൽ ഒട്ടനവധി ആളുകൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഈ ക്യാരക്ടറിന് വാലുണ്ട് എന്നാണ്. ഇവരുടെ മകൾ സാമിന്റെ കയ്യിലും ക്യൂരിയസ് ജോർജ് പാവയുണ്ടായിരുന്നു. ആ പാവയ്ക്ക് വാലുണ്ടായിരുന്നു. അവിടെയാണ് നമ്മുടെ ബ്രണ്ടന് സംശയം തോന്നാൻ കാരണം. ശരിക്കും ഈ പാവയ്ക്ക് വാലില്ല, പക്ഷേ ഇവരുടെ മകളുടെ കയ്യിലുണ്ടായിരുന്ന ആ പാവയ്ക്ക് വാലുണ്ട്. അതെല്ലാം കൂടെ കണക്ട് ചെയ്ത് ആലോചിക്കുമ്പോൾ ഇവർ ജീവിക്കുന്നത് ഒരു ഓൾട്ടർനേറ്റീവ് റിയാലിറ്റിയിൽ അല്ലെങ്കിൽ ഒരു പാരലൽ യൂണിവേഴ്സിൽ ആയിക്കൂടെ? അതുമല്ലെങ്കിൽ ഇവന്റെ സ്വന്തം തിയറീസ് അനുസരിച്ച് ഇതെല്ലാം ഒരു സിമുലേഷൻ ആയിക്കൂടെ? ഇതൊക്കെ ക്ലെയറിന് വിവരിച്ചു കൊടുക്കാൻ ശ്രമിക്കുവാണ്. എന്നാൽ മകളുടെ കാര്യവും അവളുടെ കയ്യിലുള്ള പാവയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴേക്കും ക്ലെയറിന് ഒരുമാതിരി അങ്ങ് വല്ലാണ്ടായി. കൂടുതലൊന്നും കേൾക്കാൻ അവൾക്ക് താല്പര്യമില്ല. അവളോട് നിന്ന് മാറിപ്പോയി. എന്ത് തന്നെ സംഭവിച്ചാലും ഈ റിയാലിറ്റി ഒറിജിനൽ അല്ലെന്ന് വിശ്വസിക്കാൻ തുടങ്ങിയ നമ്മുടെ ബ്രണ്ടൻ ആവട്ടെ ഇതിനെപ്പറ്റി കൂടുതൽ വിശദമായിട്ട് തിരയുന്നു. പാരലൽ യൂണിവേഴ്സിനെ പറ്റിയുള്ള തിയറീസ്, നമ്മുടെ യൂണിവേഴ്സ് ഒരു സിമുലേഷൻ ആണെന്ന് പറയുന്ന തരത്തിലുള്ള തിയറീസ്, ഓൾട്ടർനേറ്റ് റിയാലിറ്റി, നമ്മുടെ മെമ്മറി, റിയാലിറ്റി ചേഞ്ച് ആവുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഇവൻ വിശദമായിട്ട് ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി പഠിക്കുന്നു. അങ്ങനെ തിരിഞ്ഞ് നമ്മുടെ ബ്രണ്ടന്റെ വ്യൂസിനോട് ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ഒരു തിയറി, ഒരു ആർട്ടിക്കിൾ ഇവൻ കണ്ടുപിടിക്കുന്നുണ്ട്. ഡോക്ടർ റോളൻ ഫ്യൂക്സ് എന്ന വ്യക്തി എഴുതിയിരിക്കുന്ന ആർട്ടിക്കിളാണ്. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയും ആ വെബ്സൈറ്റിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്നാൽ വീഡിയോ പ്ലേ ചെയ്യാൻ സാധിക്കുന്നില്ല. ആ ഫയൽ അൺഅവൈലബിൾ ആണെന്നാണ് കാണിക്കുന്നത്. ഇങ്ങനെ സംഭവിച്ചാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? ഉടനെ തന്നെ ടൊറന്റിൽ പോയി ആ ഫയലുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നോക്കും. അങ്ങനെ ടൊറൻസിൽ തിരിഞ്ഞ് നമ്മുടെ ഹീറോ ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ ഫയൽ കണ്ടുപിടിച്ച് ഡൗൺലോഡ് ചെയ്തു. ഫയൽ കറപ്റ്റഡ് ആയിരുന്നു. എന്നാലും പ്രശ്നമില്ല, ഇവനൊരു വീഡിയോ ഗെയിം ക്രിയേറ്റർ അല്ലേ, ഇവൻ അറിയാവുന്ന പോലെ ഇവൻ ആ ഫയൽ റിപ്പയർ ചെയ്തു. ഡോക്ടർ റോളണ്ട് ആ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഹീറോ ചിന്തിച്ച പോലെ തന്നെയാണ്. ഈ യൂണിവേഴ്സ് ഒരു വലിയ സിമുലേഷനാണ്. നമുക്ക് ചുറ്റും കാണാൻ പറ്റുന്നതും നമ്മൾ ഓരോരുത്തരും കോഡ്സ് മാത്രമാണ്, സീറോസ് ആൻഡ് വൺസ്. വെരി ഇൻട്രസ്റ്റിംഗ്. ഡോക്ടർ റോളണ്ട് പറയുന്ന കാര്യങ്ങൾ ഭയങ്കര ആകാംക്ഷയോടെ കേട്ട് വരുമ്പോഴാണ് ആ വീഡിയോ ഫയൽ പിന്നെയും ഇടയ്ക്ക് വെച്ച് ക്രാക്കായി. ഫുള്ളായിട്ട് കേൾക്കാൻ പറ്റത്തില്ല. ഇവനെ കൊണ്ട് അത് റിപ്പയർ ചെയ്യാനും പറ്റത്തില്ല. ഇവന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒരുപക്ഷെ ഇദ്ദേഹത്തിന് അതിനെല്ലാം ഉത്തരം കൊടുക്കാൻ സാധിച്ചേക്കും. തുടർന്ന് നമ്മുടെ ബ്രണ്ടൻ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്ത് ഡോക്ടർ റോളണ്ടിന് അയച്ചു കൊടുക്കുന്നു. ഇവൻ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇവന്റെ ചിന്തകൾ, ഇമാജിനേഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. അധികം വൈകാതെ ഡോക്ടറിനെ കാണാൻ നമ്മുടെ ഹീറോ ചെല്ലുന്നുണ്ട്. ഡോക്ടർ ആവട്ടെ നിന്ന് തിരിയാൻ സമയമില്ലാത്തൊരു
ഒരു മനുഷ്യൻ. ഇവനോട് സംസാരിക്കാൻ അദ്ദേഹത്തിന് സമയമില്ല. ബ്രണ്ടൻ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടുന്ന് മാറിപ്പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ ബ്രണ്ടൻ വിടുവോ? അടുത്ത ദിവസം നേരെ ഡോക്ടറിന്റെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. അദ്ദേഹത്തോട് ഒരു 10 മിനിറ്റ് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി അങ്ങ് കെഞ്ചിയപ്പോൾ അദ്ദേഹം 5 മിനിറ്റ് സംസാരിക്കാമെന്ന് സമ്മതിച്ചു. ശരി, എന്താ നിനക്ക് പറയാനുള്ളത്? പറ. അത് ഡോക്ടർ, സാം മരിച്ചതിന് ശേഷം, എൻ്റെ മകൾ മരിച്ചതിന് ശേഷം ഞാൻ ഇവിടെ പലതരത്തിലുള്ള ചേഞ്ചസ് കണ്ടുപിടിച്ചു. ഇവിടെ ഒന്നും കൺസിസ്റ്റന്റ് അല്ല. എല്ലാം ഒരുമാതിരി വിയേർഡ് ആയിട്ടുള്ളൊരു ഗെയിം വേൾഡ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു സിമുലേഷൻ പോലെയൊക്കെ. നിങ്ങളും അങ്ങനെ കരുതുന്നില്ലേ? ആക്ച്വലി നീ എന്താ പറഞ്ഞു വരുന്നേ? എന്താ നിന്റെ ഉദ്ദേശം? ഡോക്ടർ, നിങ്ങൾ മണ്ടേല എഫക്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ലൂണി ട്യൂൺസ്. അല്ല ഡോക്ടർ, മണ്ടേല എഫക്റ്റ്? അത് തന്നെടേ. ലൂണി ട്യൂൺസിന്റെ സ്പെല്ലിംഗിൽ ടി കഴിഞ്ഞ് DOO ആണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. എന്നാൽ ടി കഴിഞ്ഞ് DOO അല്ല, ടി കഴിഞ്ഞ് U ആണ്. TUNE എന്നാണ് കറക്റ്റ് സ്പെല്ലിംഗ്. എക്സാക്ട്ലി. ഇതുപോലുള്ള കുറേ അധികം ചേഞ്ചസ് ഇവിടെയുണ്ട്. ലൈക്ക് നമ്മളൊക്കെ ഓർത്തിരിക്കുന്നത് വേറെ തരത്തിൽ, പക്ഷേ റിയാലിറ്റി മറ്റൊരു തരത്തിൽ. ഇതിന്റെ റീസൺ പാരലൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ സിമുലേഷൻ ഒക്കെ അല്ലേ? നോ, ഞാൻ അങ്ങനെ കരുതുന്നില്ല. അത് വെറും ഒരു ഫോൾസ് മെമ്മറി അല്ലേ? അല്ല ഡോക്ടർ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ ഒരു സിമുലേഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ, ഞാൻ, ഈ യൂണിവേഴ്സ്, നമുക്ക് ചുറ്റുമുള്ളത് ഇതെല്ലാം കോഡ്സ് ആണ്. ഇതേ കാര്യം തന്നെ നിങ്ങളും പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ? ഡോക്ടർ ഇവനെ വിളിച്ച് പുറത്തിറങ്ങി പുറത്തുള്ള ബിൽഡിംഗ്സ് ഒക്കെ കാണിച്ചു കൊടുത്തിട്ട്, നീ പറയുന്ന അനുസരിച്ച് ഇതൊരു സിമുലേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ബിൽഡിംഗ്സ്, അതിന്റെ വോൾ, റൂഫ്, അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഗ്ലാസ്, അതർ മെറ്റീരിയൽസ്, ഇതെല്ലാം ജസ്റ്റ് കോഡ്സ് ആണെങ്കിൽ നീയോ ഞാനോ നമ്മളെ പോലെ ആരെങ്കിലും അതിനകത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ അതിനുള്ളിലുള്ള കാര്യങ്ങളൊക്കെ പ്രോസസ് ആവും. ജസ്റ്റ് ലൈക്ക് നീ ക്രിയേറ്റ് ചെയ്യുന്ന ഗെയിംസ് പോലെ ഓരോ ലെവലും കഴിഞ്ഞ് അടുത്ത ലെവലിലേക്ക് പോകുമ്പോഴാണ് മുന്നോട്ടുള്ള ലെവൽസ് ഒക്കെ പ്രോസസ് ആയി റെഡി ആയി വരുന്നത്. അഥവാ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഗ്ലിച്ചസ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ മണ്ടേല എഫക്റ്റ് പോലും യൂണിവേഴ്സിൽ സംഭവിച്ചിട്ടുള്ള ഗ്ലിച്ചസ് കാരണം വന്നിട്ടുള്ളതാണെങ്കിലോ? ഏതൊരു പ്രോഗ്രാം ആണെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ അപ്ഡേറ്റ് സംഭവിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ഗ്ലിച്ചസ് ആയിരിക്കാം ഇന്ന് നമ്മൾ ഈ മണ്ടേല എഫക്റ്റ് ആയിട്ടൊക്കെ പറയുന്നത്. ഈവൻ ദോ ഇതൊക്കെ ഒരു സിമുലേഷൻ ആണെങ്കിൽ ഇതിനെ എങ്ങനെ തകർക്കാൻ സാധിക്കും? ഒരു വഴിയുണ്ട്. ഏതൊരു സിസ്റ്റത്തിനും അതിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട്, അതിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിക്ക് മേലെ ഒരുപാട് കാര്യങ്ങൾ പ്രോസസ് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ സിസ്റ്റം ക്രാക്ക് ആകും. ഈവൻ ഈ യൂണിവേഴ്സ് ഒരു സിമുലേഷൻ ആണെങ്കിൽ ആ സിമുലേഷൻ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സിമുലേഷൻ ഏത് സിസ്റ്റത്തിലാണോ റൺ ചെയ്യുന്നത് ആ സിസ്റ്റം അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സർ ഓവർലോഡ് ചെയ്യണം. എന്നാൽ സിമുലേഷനുള്ളിൽ നിന്ന് ഓവർലോഡ് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പം പിടിച്ച പരിപാടിയല്ല. മാത്രമല്ല ഇവർക്ക് അങ്ങനെ ഓവർലോഡ് ചെയ്യണമെങ്കിൽ തന്നെ അത്ര പവർഫുൾ ആയിട്ടൊരു സിസ്റ്റം വേണം. ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സിസ്റ്റംസ് വെച്ചിട്ട് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിനെ തന്നെ പ്രോപ്പറായിട്ട് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തെ ബ്രേക്ക് ചെയ്യുക, അതിനെ ഓവർലോഡ് ചെയ്യുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. എന്നാൽ ഇവിടെ ഈ പ്രോബ്ലത്തിന് നമ്മുടെ ഡോക്ടറിൻ്റെ അടുത്തൊരു സൊല്യൂഷൻ ഉണ്ടായിരുന്നു. ഇദ്ദേഹം വർക്ക് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ ഉണ്ട്. അതിന്റെ കമ്പ്യൂട്ടിംഗ് പവർ മറ്റുള്ള വലിയ വലിയ സെർവറുകളെക്കാളൊക്കെ ഒരുപാട് ഇരട്ടിയാണ്. ആ സിസ്റ്റം യൂസ് ചെയ്ത് ഈ സിമുലേഷൻ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ ഡോക്ടർ നമ്മുടെ ഹീറോയും കൂട്ടിക്കൊണ്ട് ആ ക്വാണ്ടം കമ്പ്യൂട്ടറിൽ അങ്ങോട്ട് കയറി ചെല്ലുന്നു. യൂണിവേഴ്സിനെ ക്രാക്ക് ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ ഈ സിമുലേഷനെ ക്രാക്ക് ചെയ്യുന്ന തരത്തിൽ ഭയങ്കര ലോഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം അവൻ റൈറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് വേറൊരാളും അങ്ങോട്ട് കയറി വരുന്നത്. നമ്മുടെ ഡോക്ടറും ഹീറോയും പെർമിഷൻ ചോദിക്കാതെ ഇങ്ങോട്ട് കയറി വന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഇവരെ രണ്ടുപേരെയും ഇറക്കി വിട്ടു. പുറത്തിറങ്ങി കഴിഞ്ഞ് നമ്മുടെ ഡോക്ടർ ഹീറോയോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ കരുതുന്ന പോലെ ഇതൊക്കെ ഒരു സിമുലേഷൻ ആണെന്നിരിക്കട്ടെ, നിനക്കൊരു കോഡ് ക്രിയേറ്റ് ചെയ്ത് ഇതെല്ലാം ബ്രേക്ക് ചെയ്യാൻ സാധിച്ചെന്നിരിക്കട്ടെ, ഇങ്ങനെ ചെയ്താൽ നിന്റെ മകൾ തിരിച്ചു വരുമോ? ആ ചോദ്യത്തിന് ഇവന് പ്രോപ്പറായിട്ട് ഉത്തരവില്ല. ഇവന്റെ മകൾ തിരിച്ചു വരുമോ ഇല്ലയോ അതൊന്നും ഇവൻ അറിയത്തില്ല. പക്ഷേ താൻ ജീവിക്കുന്നത് ഒരു സിമുലേഷനിലാണെന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യണമെന്ന് ഇവൻ ആഗ്രഹിക്കുന്നു. ശേഷം അന്ന് രാത്രി നമ്മുടെ ഹീറോ ഉറങ്ങുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ മകൾ സാം, മരിച്ചുപോയ സാം ഇദ്ദേഹത്തെ വിളിക്കുന്ന പോലെ ഇദ്ദേഹത്തിന് ശബ്ദം കേൾക്കുന്നു. ശബ്ദം കേട്ട ബ്രണ്ടൻ എഴുന്നേറ്റ് അവളുടെ മുറിയിൽ ചെന്നപ്പോഴോ അവിടെ സാം നിൽക്കുന്നു. വെട്ടമില്ലാത്തതുകൊണ്ട് ഒരു ഷാഡോ പോലെ മാത്രമേ കൊച്ചിനെ കാണാൻ പറ്റുള്ളൂ. എന്നാൽ തുടർച്ചയായിട്ട് സാമിന്റെ ആ രൂപം ബ്ലിങ്ക് ആവുന്നുണ്ട്. അവിടെ ഒരു ഗ്ലിച്ച് സംഭവിച്ച പോലെ. അവിടെ ഇദ്ദേഹത്തിന്റെ മകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് കൺഫേം ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതെല്ലാം കണ്ട് കൺഫ്യൂസായി ഇദ്ദേഹം രാത്രി ഒരു ഡ്രൈവിന് പോയി. പോകുന്ന സമയത്താവട്ടെ അത്രയും നേരം നോർമലായിട്ട് നമുക്കൊക്കെ കാണാൻ പറ്റുന്ന പോലെ ഉണ്ടായിരുന്ന ഭൂമി അല്ലെങ്കിൽ ചുറ്റുപാട് ഒരു കമ്പ്യൂട്ടർ സിമുലേഷൻ പോലെ ആയി മാറുകയാണ്. ആകെ മൊത്തം ചേഞ്ച് ആയി നമുക്ക് വിസിബിൾ ആവുന്ന പോലെ അല്ലാതെ ഒരുമാതിരി കമ്പ്യൂട്ടർ വേൾഡ് പോലെ ആ ഒരു സെറ്റപ്പിലേക്ക് എല്ലാം മാറിപ്പോയി. അടുത്ത ദിവസം നേരം വെളുത്തപ്പോൾ കാര്യങ്ങളൊക്കെ നോർമലാണ്. നമുക്ക് എങ്ങനെയാണോ ചുറ്റുപാട് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെയാണ് അവനും കാണാൻ പറ്റുന്നത്. കാഴ്ചയിലെല്ലാം നോർമൽ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഭയങ്കര വിയർഡായിട്ടുള്ള ചെവി അടപ്പിക്കുന്ന ശബ്ദം ഉണ്ടായി. ഉടനടി നമ്മുടെ ബ്രണ്ടൻ അവന്റെ വീട്ടിൽ അവന്റെ ബെഡിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. ആക്ച്വലി ഇതെല്ലാം പുള്ളിക്കാരൻ്റെ ഒരു സ്വപ്നം മാത്രമായിരുന്നു. ആയിരിക്കാം, സ്വപ്നമായിരിക്കാം എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഈ സിമുലേഷൻ അവനെ എന്തെങ്കിലും ഒരു പാഠം പഠിപ്പിക്കുന്നതായിരിക്കാം. എല്ലാം ഒരു സ്വപ്നമായിരിക്കും എന്ന ധാരണയിൽ പുള്ളിക്കാരൻ എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്ന കാഴ്ചയാവട്ടെ ഇവന്റെ ഭാര്യ ക്ലെയർ ഇവരുടെ മകൾ സാമിന്റെ കൂടെ നിൽക്കുന്നു. ഇതെങ്ങനെ? സാമ മരിച്ചു പോയതല്ലേ, അവളെങ്ങനെ ഇപ്പൊ ജീവനോടെ? ഇതെന്തോന്നടി ഇത് റിയാലിറ്റി ചേഞ്ച് ആയാ? ബാ മോളെ പല്ല് തേക്കാൻ ബാ എന്നും പറഞ്ഞ് അമ്മ കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഇതെന്ത് പണ്ടാറാണ് നടക്കുന്നതെന്ന് അറിയാതെ നമ്മുടെ ഹീറോ പുറകെ ചെന്ന് നോക്കിയപ്പോഴോ അവിടെ കൊച്ചിനെ കാണാനില്ല. ഇവൻ കണ്ടതാണെന്നേ. ജസ്റ്റ് ഇപ്പൊ ക്ലെയർ കൊച്ചിനെ വിളിച്ചോണ്ട് അങ്ങോട്ട് കയറി പോയതല്ലേ. എന്നിട്ട് ഇപ്പൊ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ക്ലെയർ വല്ല വെച്ചുകൊണ്ടിരിക്കുന്നു. കൊച്ചെവിടെ? ഇതും തോന്നലായിരുന്നോ? കൊച്ചെവിടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹീറോ ബഹളം ഉണ്ടാക്കിയപ്പോൾ ക്ലിയറിന് പിന്നെയും ഇവന്റെ മാനസിക നിലയെ പറ്റി വലിയ സംശയം തോന്നി. ഇവന്റെ പോക്കത്ര ശരിയല്ല, ഇവൻ എന്തോ കാര്യമായിട്ട് പറ്റുന്നുണ്ട്. ഒന്നിൽ ഇവന്റെ മാനസിക നില തകർന്ന് ഒരുമാതിരി വല്ലാത്ത കണ്ടീഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ അവൻ പറയുന്നതിൽ എന്തോ പോയിന്റ് ഉണ്ട്. ഇതൊരു സിമുലേഷൻ തന്നെയാണ്. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യണം. ഇനിയും ലേറ്റ് ആയാൽ തന്റെ ഭാര്യ തന്നെ തനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് മെന്റൽ ഹോസ്പിറ്റലിൽ അടയ്ക്കും. ഇവനൊരു വീഡിയോ ഗെയിം ക്രിയേറ്റർ ആയതുകൊണ്ട് തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇവന് നന്നായിട്ട് അറിയാം. ഡോക്ടർ റോളിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ യൂണിവേഴ്സിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തെ ഓവർലോഡ് ചെയ്യാനുള്ള കോഡ് ഇവൻ പ്രിപ്പയർ ചെയ്യുന്നു. എന്നാൽ ഇത് ഇവന്റെ സിസ്റ്റത്തിൽ റൺ ചെയ്തിട്ട് കാര്യമില്ല. ഇവന്റെ സിസ്റ്റത്തിന് അത്രയും കപ്പാസിറ്റി ഇല്ല. മൾട്ടിപ്പിൾ ടൈംസ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലൂപ്പ് പോലെ അതിങ്ങനെ വർക്ക് ആയിക്കൊണ്ടേയിരിക്കണം. അതായത് ഈ യൂണിവേഴ്സിനെ മൊത്തം ഓവർലോഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ് മൊത്തം കൺട്രോൾ ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തെ തന്നെ ഓവർലോഡ് ചെയ്യണം. ക്വാണ്ടം കമ്പ്യൂട്ടർ അല്ലാതെ മറ്റൊന്നും അത്രത്തോളം എഫിഷ്യന്റ് അല്ല. സോ ക്വാണ്ടം കമ്പ്യൂട്ടർ ആക്സസ് ചെയ്തേ പറ്റൂ.
അതിൽ ഈ പ്രോഗ്രാം റൺ ചെയ്യാതെ ഒരു രക്ഷയില്ല. അങ്ങനെ കോഡൊക്കെ സെറ്റാക്കി വെച്ചു. അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോഴാവട്ടെ ഇവരുടെ മരിച്ചുപോയ മകൾ സാം ഉണ്ടല്ലോ, ദയാ പുള്ളിക്കാരി ജീവനോടെ ഇവരുടെ അടുത്ത് വന്ന് കിടക്കുന്നു. കഴിഞ്ഞ രാത്രി കണ്ടതിന്റെ കൂട്ട് വല്ല ഗ്ലിച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ തന്റെ തോന്നലായിരിക്കാം എന്നുള്ള ചിന്തയിലാണ് ഇവൻ. രാവിലെ എണീറ്റ് വരുമ്പോൾ വീട്ടിലെ ടി-വിയിൽ ലൂണി ട്യൂൺസ് ആ പ്രോഗ്രാം വെച്ചിരിക്കുകയാണ്. ഇവിടെ ഇതിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചേ. ട്യൂൺസിന്റെ സ്പെല്ലിംഗ് എങ്ങനെയാണ്? ടി കഴിഞ്ഞ് 2 O ആണ്. ഇതല്ലല്ലോ ശരിയായിട്ടുള്ള സ്പെല്ലിംഗ്. നമ്മുടെ യൂണിവേഴ്സിൽ, അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ബ്രണ്ടന്റെ യൂണിവേഴ്സിലും TUNESL സ്പെല്ലിംഗ്. യൂണിവേഴ്സ് ചേഞ്ച് ആയോ? സിമുലേഷനിൽ എന്തോ മാറ്റം വന്നോ? അതെ, മാറ്റം വന്നു. ഇവരുടെ മകൾ സാം ഇവരുടെ കൂടെ ഉണ്ട്. ഈ യൂണിവേഴ്സിൽ ഈ കുട്ടി മരിച്ചു പോയിട്ടില്ല. ആദ്യം നമ്മുടെ ബ്രണ്ടൻ ആകെ ഞാൻ കൺഫ്യൂസ് ആയി. ഇതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം താൻ കണ്ടതിന്റെ കൂട്ട് എന്തെങ്കിലും വിഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലിച്ച് ആയിരിക്കും എന്നാണ് അവൻ വിചാരിച്ചത്. എന്നാൽ അങ്ങനെയല്ല. ഇവന്റെ ഭാര്യ ക്ലെയർ ആണെങ്കിലും അവളുടെ ബ്രദർ മാറ്റ് ആണെങ്കിലും സാം ആണെങ്കിലും അവരുടെ ലൈഫിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും സംഭവിച്ചിട്ടില്ലാത്ത പോലെ, അതായത് സാമിന് ആക്സിഡന്റ് ഒന്നും പറ്റി മരണപ്പെട്ടിട്ടില്ലാത്ത പോലെ വളരെ ഹാപ്പി ആയിട്ടാണ് മുന്നോട്ട് ജീവിച്ചു പോകുന്നത്. ഇവിടെ ഇപ്പോൾ ടി-വിയിൽ ഉണ്ടാവുന്ന കാർട്ടൂൺ ലൂണി ട്യൂൺസ് തന്നെ ശ്രദ്ധിച്ച് നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. അതിനകത്ത് കാണിക്കുന്നത് ഈ 2ാം ലോക മഹായുദ്ധം ഉണ്ടാകാതെ ഹിറ്റ്ലറിനെ തടഞ്ഞു നിർത്തുന്ന ഒരു എപ്പിസോഡാണ്. അതായത് ആകെ മൊത്തം റിയാലിറ്റി ചേഞ്ച് ആയ അല്ലെങ്കിൽ യൂണിവേഴ്സുകൾ മാറിപ്പോയ ഒരു പ്രതീതിയാണ് ഇവിടെ ഉണ്ടാവുന്നത്. വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട് ആകെ കൺഫ്യൂസ്ഡ് ആയ നമ്മുടെ ഹീറോ അവന്റെ പരിചയക്കാരായിട്ടുള്ള കുറച്ച് ആളുകളെ വിളിച്ച് സാമിനെ പറ്റിയൊക്കെ അവരോട് ചോദിക്കുന്നുണ്ട്. അവരും സാമിന് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല, അവളിപ്പോൾ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇവനോട് സംസാരിക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മുടെ ഹീറോ ആഗ്രഹിച്ച കാര്യം നടന്നു. ബട്ട് എങ്ങനെ? ഇവൻ ഇന്നലെ ഇവന്റെ സിസ്റ്റത്തിലല്ലേ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കിയത്. ഇവൻ അത് റൺ ചെയ്ത് നോക്കി പോലുമില്ല. ആ കോഡ് പ്രിപ്പയർ ചെയ്തല്ലേ ഉള്ളൂ. പിന്നെയും എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന വലിയ ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ നമ്മുടെ ഹീറോ ഹാപ്പിയാണ്. അവന്റെ മകളെ തിരിച്ചു കിട്ടി. തുടർന്ന് പഴയ പോലെ തന്നെ ഹാപ്പി ആയിട്ട് സ്വസ്ഥമായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നു. എന്നാൽ സാമിനെ തിരിച്ചു കിട്ടിയതും നമ്മുടെ ക്ലെയറിന്റെ സ്വഭാവം ആകെ മൊത്തം അങ്ങ് മാറി. ഇത്രയും നാൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോയിട്ടും മകൾ മരിച്ച ആ ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടും അതിലൊക്കെ തരണം ചെയ്ത് നന്നായിട്ട് മുന്നോട്ട് പോയിരുന്ന ഇവള് ആകെ കൺട്രോൾ തെറ്റിയ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. സാമിനെ തിരിച്ചു കിട്ടി. 1-2 ദിവസം നല്ല രീതിയിൽ മുന്നോട്ട് പോയി. എന്നാൽ പിന്നെ അങ്ങോട്ട് ആകെ മൊത്തത്തിൽ വിഷയമായി. ക്ലെയറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോയി. വീട്ടിലുള്ളപ്പോഴാണെങ്കിലും പുറത്താണെങ്കിലും ക്ലെയർ ഒരുമാതിരി അബ്നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്നു. സാധനങ്ങൾക്ക് എറിഞ്ഞു പൊട്ടിക്കുന്നു. കാര്യം എന്താണെന്ന് തുറന്നു പറയാൻ പോലും തയ്യാറാവുന്നില്ല. ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വരെ പുള്ളിക്കാരി അങ്ങ് ഭയങ്കരമായിട്ട് ചൂടാവുന്നു. ഒരിക്കൽ വീട്ടിൽ വെച്ച് നമ്മുടെ സാമിനോട് ഇവരുടെ മകളോട് പുള്ളിക്കാരി ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെടുന്നു. ഇവൾ ഇവിടെ ഉണ്ടാവാൻ പാടില്ല, നീ ഇവിടെ ഉണ്ടാവാൻ പാടില്ല, നീ എന്തിനാ തിരിച്ചു വന്നതെന്ന് എനിക്ക് ചോദിച്ചു വല്ലാണ്ടങ്ങ് ദേഷ്യപ്പെട്ടു. കൊച്ചു പേടിച്ചു പോയി. എന്തുകൊണ്ട് ഇവളിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? സാം ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് പുള്ളിക്കാരി ഉദ്ദേശിച്ചത് ഒരുപക്ഷെ ഈ റിയാലിറ്റിയിൽ സാം ഉണ്ടാവാൻ പാടില്ല എന്നായിക്കൂടെ? അതായത് ശരിക്കും സാം ഈ റിയാലിറ്റിയിൽ മരിച്ചു പോയതല്ലേ? മരിച്ചുപോയി ഇവള് തിരിച്ചു വന്നു, എങ്ങനെയോ തിരിച്ചു വന്നു, അത് പ്രശ്നമാണെന്നായിരിക്കും ഉദ്ദേശിച്ചത്. ഇതിനെപ്പറ്റിയൊക്കെ വിശദമായി സംസാരിക്കാൻ ഡോക്ടർ റോളണ്ടിന്റെ വീട്ടിലേക്ക് നമ്മുടെ ഹീറോ ചെല്ലുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ ഇതിനേക്കാളും വലിയ പ്രശ്നം, ഡോക്ടർ റോളണ്ട് ജീവനോടെയില്ല. 2 മാസം മുമ്പ് അദ്ദേഹം മരണപ്പെട്ടെന്ന്. ആത്മഹത്യയായിരുന്നു, തൂങ്ങി മരിച്ചെന്ന്. വാട്ട്? 2 മാസങ്ങൾക്ക് മുമ്പാ? ഞാൻ അദ്ദേഹത്തോട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സംസാരിച്ചതല്ലേ? ഇത്രയൊക്കെ ആയതോടെ യൂണിവേഴ്സ് മൊത്തം ഓവർലോഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിനെ ഹോൾഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം മൊത്തം ഓവർലോഡ് ചെയ്ത് നശിപ്പിക്കാൻ നമ്മുടെ ഹീറോ തീരുമാനമെടുത്തു. തുടർന്ന് അടുത്ത ദിവസം ആ ക്വാണ്ടം കമ്പ്യൂട്ടറിൽ അങ്ങോട്ട് പോകുന്നു. മുമ്പ് ഡോക്ടർ റോളണ്ടിന്റെ കൂടെ അങ്ങോട്ട് പോയപ്പോൾ അവിടെ ഇവരെ തടഞ്ഞ ആ വ്യക്തിയില്ലേ, ആ പുള്ളിക്കാരൻ ഇത്തവണയും നമ്മുടെ ഹീറോയെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. ഇത്തവണ ഒരാൾക്കും തന്നെ തടയാൻ പറ്റരുത്. താൻ ഉദ്ദേശിക്കുന്ന കാര്യം നടത്തിയെടുത്തേ പറ്റുമെന്ന് തീരുമാനിച്ച നമ്മുടെ ഹീറോ ആവട്ടെ ആ പുള്ളിക്കാരനെ പിടിച്ചൊരു ഒറ്റയടി, അടിച്ചടിയിൽ തന്നെ പുള്ളിക്കാരൻ ഡെഡ് ആവുന്നുണ്ട്. എന്തായാലും ഈ യൂണിവേഴ്സ് മൊത്തം നശിക്കാൻ പോവാണ്. ഓവർലോഡായി ഇത് മൊത്തം ഇല്ലാണ്ടാവും. പിന്നൊരു കൊലപാതകം ചെയ്താൽ എന്ത്? ക്വാണ്ടം കമ്പ്യൂട്ടറിലേക്ക് ഇവൻ ക്രിയേറ്റ് ചെയ്ത പ്രോഗ്രാം ലോഡ് ചെയ്ത് റൺ ചെയ്തു. പ്രതീക്ഷിച്ച പോലെ തന്നെ ഇത് മൊത്തം ഒരു സിമുലേഷൻ ആയിരുന്നു. ആകെ മൊത്തം പ്രശ്നം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ ഓരോരോ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷൻസ് ആണ് ഇവന് കാണാൻ പറ്റുന്നത്. മാത്രമല്ല വീട്ടിലുള്ള ഇവന്റെ ഭാര്യ ഇവനെ കോൺടാക്ട് ചെയ്ത് ഇവിടെ എന്താ നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, ചുറ്റുപാടൊക്കെ നശിച്ചു പോകുന്നു, ആരൊക്കെയോ എവിടുന്നോ പൊങ്ങി വരുന്നു എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. ഹോൾ യൂണിവേഴ്സ് മൊത്തത്തിൽ ഓവർലോഡ് ആവുമല്ലേ? കാണാൻ പാടില്ലാത്ത പലതും കണ്ടെന്നിരിക്കും, നടക്കാൻ പാടില്ലാത്തതൊക്കെ നടന്നിരിക്കും. അറ്റ് ലാസ്റ്റ് ഇത് മൊത്തം ഇല്ലാണ്ടാവും. ഈ യൂണിവേഴ്സ് പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാവും. അങ്ങനെ തന്നെ സംഭവിച്ചു. മൊത്തത്തിൽ ബ്ലാക്ക് ഔട്ട് ആയി. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ടില്ലേ, നമ്മുടെ സാമും അവളുടെ അച്ഛനും അമ്മയും കൂടെ ബീച്ചിലിരിക്കുന്നത്. വളരെ ഹാപ്പിയാണ് അവർ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു. അവിടെ ഇരുന്ന് കുറച്ച് നേരം മണ്ണൊക്കെ വാരി കളിച്ചതിന് ശേഷം നമ്മുടെ സാം കടൽ തീരത്തേക്ക് ഷെല്ലെടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യൂരിയസ് ജോർജിന്റെ പാവയും കയ്യിലുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? ആദ്യം നമ്മൾ ഈ പാവയെ കണ്ടപ്പോൾ ഈ പാവയ്ക്ക് വാലുണ്ടായിരുന്നു. അതൊരു സീനിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ടായിരുന്നു. ബട്ട് ഇത്തവണ നോക്കി, ആ പാവയ്ക്ക് വാലുണ്ടോ? വാലില്ല. വിച്ച് മീൻസ് ഇവർ ഒറിജിനൽ യൂണിവേഴ്സിൽ തന്നെയാണ്. ഓൾട്ടർനേറ്റ് യൂണിവേഴ്സ്, പാരലൽ യൂണിവേഴ്സ്, അല്ലെങ്കിൽ ഒറിജിനൽ അല്ലാത്ത മറ്റേതെങ്കിലും യൂണിവേഴ്സുകളിലല്ല. സാം ഷെല്ല് കളക്ട് ചെയ്യാൻ പോകാന്ന് പറഞ്ഞ് പോകുമ്പോൾ നമ്മുടെ ബ്രണ്ടൻ പറയും, മോളെ പാവ ഇവിടെ വെച്ചിട്ട് പോകും. സാമും അവളുടെ ഫേവറേറ്റ് ജോർജ് പാവയെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വിട്ടിട്ട് ഷെല്ല് കളക്ട് ചെയ്യാൻ പോകുന്നു. ഫസ്റ്റ് നമ്മൾ കണ്ട യൂണിവേഴ്സിൽ എങ്ങനെയാണ് ആക്സിഡന്റ് ഉണ്ടായത്, എങ്ങനെയാണ് സാം മരണപ്പെട്ടത്? അവളുടെ ജോർജ് പാവ കടലിൽ പോയപ്പോൾ അതെടുക്കാൻ പുറകെ പോയതാണ്. ഇവിടെ എന്തായാലും ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവത്തില്ല. പാവ ഓൾറെഡി ബ്രണ്ടൻ വാങ്ങി വെച്ചതുകൊണ്ട് നമ്മുടെ സാം സേഫ് ആണ്. അങ്ങനെ സാം മരണപ്പെടാത്ത യൂണിവേഴ്സിൽ സ്വസ്ഥമായും സന്തോഷമായും ജീവിക്കുന്ന ഈ കുടുംബത്തെ കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത്. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താണെന്നാൽ കഥയുടെ തുടക്കം മുതൽ യൂണിവേഴ്സ് എല്ലാം നശിച്ച് ബ്ലാക്ക് ഔട്ട് ആവുന്ന ആ പോയിന്റ് വരെ നമ്മൾ കണ്ടത് മറ്റൊരു യൂണിവേഴ്സാണ്, ഒരു പാരലൽ യൂണിവേഴ്സാണ്, അല്ലെങ്കിൽ ഒരു സിമുലേഷനാണ്. ആ സിമുലേഷനിലുണ്ടായ ചെറിയ ചില ഗ്ലിച്ചസ് കാരണം നമ്മുടെ ഹീറോ അത് കണ്ടുപിടിച്ചു. അതൊരു സിമുലേഷനാണെന്ന് അവൻ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഒരു പാരലൽ യൂണിവേഴ്സ് ആണെന്ന് അവൻ മനസ്സിലാക്കി. അങ്ങനെയുള്ള ഒരു പാരലൽ യൂണിവേഴ്സിൽ പെട്ടുകിടക്കുന്നതിനേക്കാളും നല്ലത് അത് പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്നതാണെന്ന് മനസ്സിലാക്കി അവൻ ആ ഒരു യൂണിവേഴ്സ് അല്ലെങ്കിൽ ആ ഒരു സിമുലേഷൻ മൊത്തത്തിൽ നശിപ്പിച്ച് കളയുന്നു. അത് മൊത്തം ഓവർലോഡ് ചെയ്ത് ഇല്ലാണ്ടാക്കുന്നു. ഇനി പ്രധാനപ്പെട്ട ചോദ്യം, എങ്ങനെയാണ് ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ, അതും ആ സിമുലേഷനുള്ളിൽ അവർ സൃഷ്ടിച്ചെടുത്ത ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് അവൻ ആ യൂണിവേഴ്സ് തന്നെ
നശിപ്പിക്കാൻ സാധിച്ചത്? അതിനാദ്യം എങ്ങനെയാണ് ആ സിമുലേഷൻ വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഡോക്ടർ റോളണ്ട് നമ്മുടെ ഹീറോയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെയുള്ള കുറച്ച് ബിൽഡിങ്സ് ഒക്കെ ചൂണ്ടിക്കാണിച്ച് കൊടുത്തിട്ട് അവിടെയുള്ള ആ ഒരു കെട്ടിടം, അതിൽ നിനക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നീ അങ്ങോട്ട് നോക്കുന്നതുകൊണ്ടാണ് നിനക്ക് കാണാൻ പറ്റുന്നത്. ഒരുമാതിരി ജ്യോതിഷന്മാർ പറയുന്നതിൻ്റെ കൂടെ പറയാമെന്ന് വിചാരിക്കരുത്. അതായത് ഇവൻ അങ്ങോട്ട് നോക്കുന്ന സമയത്ത് മാത്രമേ ആ ബിൽഡിങ്ങും അതിന് ചുറ്റുപാട് കാണുന്ന കാര്യങ്ങളൊക്കെ ലോഡ് ആവുന്നുള്ളൂ. അവനവിടെ കാണാൻ പറ്റുന്ന ആ ബിൽഡിങ്ങിന്റെ വോൾ, അതിന്റെ റൂഫ്, അതിന്റെ ഗ്ലാസ്, അതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ്, ഇതൊക്കെ നമ്മുടെ ഹീറോ അങ്ങോട്ട് നോക്കുന്ന സമയം മാത്രമാണ് ലോഡ് ആവുന്നത്. ജസ്റ്റ് ലൈക്ക് ഒരു ഗെയിം പോലെ. നമുക്കിവിടെ PUBG BGMA തന്നെ കൺസിഡർ ചെയ്യാം. BGMAയിൽ നമ്മുടെ അവതാർ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് നോക്കി നിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് വിസിബിൾ ആവുന്നത് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലുള്ള ആ ഏരിയയിലുള്ള ബിൽഡിങ്ങുകൾ, മരങ്ങൾ, അങ്ങോട്ടുള്ള പ്ലേയേഴ്സ് അവരൊക്കെ ആയിരിക്കുമല്ലോ. നമുക്ക് ബാക്കിൽ നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ ഉണ്ട്. നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അപ്പോൾ കാണാൻ പറ്റത്തില്ല. നമ്മുടെ ക്യാരക്ടറിനെ നമ്മൾ തിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ അവതാരം കൊണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കണം, എങ്കിൽ മാത്രമേ പുറകിലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റൂ. നമ്മൾ തിരിഞ്ഞു നോക്കാത്ത പക്ഷം നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലുള്ള കാര്യങ്ങളൊന്നും ലോഡ് ആവുന്നില്ല. അവിടെ ഫുൾ ഒരു ബ്ലാക്ക് ആണെന്ന് സങ്കല്പിക്കുക. കുറച്ചുകൂടെ ക്ലിയർ ആക്കി പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പോൾ ടിവിയിലൂടെ ഈ ഒരു എക്സ്പ്ലനേഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണ് നമ്മുടെ ശ്രദ്ധയും നോട്ടവും? TV സ്ക്രീനിലേക്ക്, അല്ലെങ്കിൽ PC, ലാപ്പ്, സ്മാർട്ട് ഫോൺ, ഇതുവഴിയാണ് നമ്മൾ എക്സ്പ്ലനേഷൻ കാണുന്നത്. അങ്ങോട്ടാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അറ്റ് ദിസ് മൊമെന്റ് നമ്മുടെ തലയുടെ ബാക്കിൽ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റത്തില്ല. അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ കാണാം. തിരിഞ്ഞു നോക്കാത്ത പക്ഷം അവിടെ മുഴുവൻ ബ്ലാക്ക് ആണെന്ന് സങ്കല്പിക്കുക. ആ പ്രദേശം ലോഡ് ആയിട്ടില്ല, അവിടെ എന്തും സംഭവിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾ ഒരു മുറിയിലിരിക്കുന്നു, തൊട്ടപ്പുറത്തെ മുറി ഇപ്പോൾ ലോഡ് ആയിട്ടില്ല. നിങ്ങൾ അപ്പുറത്തെ മുറിയിലേക്ക് വാതിൽ തുറന്ന് പോകുമ്പോൾ മാത്രമേ അപ്പുറത്തെ മുറി ലോഡ് ആവത്തുള്ളൂ. ഇങ്ങനെയാണ് ആ സിമുലേഷൻ വർക്ക് ചെയ്യുന്നത് എന്ന് ഇവർ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഇവർ അങ്ങനെ ചിന്തിച്ചു. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്? ഡേറ്റ സേവ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഒരു ഗെയിമിന്റെ കേസിൽ പറയുവാണെങ്കിൽ ഒരേ സമയം മാപ്പിലുള്ള എല്ലാ പ്രദേശവും വിസിബിൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം കമ്പ്യൂട്ടിംഗ് പവറിന്റെ ആവശ്യമുണ്ട്. എന്നാൽ ആ കളിക്കുന്ന പ്ലെയർക്ക് വിസിബിൾ ആവുന്ന പ്രദേശം മാത്രം ആക്റ്റീവ് ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം കമ്പ്യൂട്ടിംഗ് പവർ ലാഭിക്കാൻ സാധിക്കും. അത്രത്തോളം കമ്പ്യൂട്ടിംഗ് പവർ മാത്രമേ യൂസ് ചെയ്യേണ്ടത് ആവശ്യമുള്ളൂ. അതായത് ആ വിസിബിൾ ആവുന്ന പ്രദേശത്തിനനുസരിച്ചുള്ള കമ്പ്യൂട്ടിംഗ് പവർ മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരത്തുള്ളൂ. ഇക്കാര്യം മനസ്സിലാക്കിയ നമ്മുടെ ഹീറോ ആവട്ടെ അവരുടെ ആ സിമുലേഷൻ അകത്തുള്ള ആ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് മുഴുവൻ ഏരിയയും, യൂണിവേഴ്സിലുള്ള മുഴുവൻ ഏരിയയും ആക്റ്റീവ് ആക്കാൻ തുടങ്ങി. ആളുകൾ നോക്കുന്ന ഏരിയയും നോക്കാത്ത ഏരിയയും, എന്തെങ്കിലും സംഭവിക്കുന്ന ഏരിയയും സംഭവിക്കാത്ത ഏരിയയും, അതായത് ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത ഏരിയ പോലും ആക്റ്റീവ് ആവാൻ തുടങ്ങി, ബ്രൈറ്റ് ആവാൻ തുടങ്ങി. യൂണിവേഴ്സ് മുഴുവൻ ഇങ്ങനെ ലോഡ് ആവാൻ അത്രത്തോളം കമ്പ്യൂട്ടിംഗ് പവറിന്റെ ആവശ്യമില്ലേ? അത്രയും ആവശ്യമായിട്ടുള്ള കമ്പ്യൂട്ടിംഗ് പവർ ആ സിമുലേഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ആ സിമുലേഷൻ ഓവർലോഡായി ഡെഡ് ആയത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയാണ് വളരെ പ്രസക്തമായ ചോദ്യം. മണ്ടേല എഫക്റ്റ് പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഈ യൂണിവേഴ്സ് ഒരു സിമുലേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പാരലൽ യൂണിവേഴ്സ് ഉണ്ടായിരിക്കാം. പാരലൽ യൂണിവേഴ്സിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കാം ഒരുപാട് ആളുകൾ ഓർത്തു വെക്കുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ ഒറിജിനലാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒന്നുകിൽ നമ്മൾ മറ്റാരുടെയെങ്കിലും സൃഷ്ടിയായിരിക്കും, മറ്റാരുടെയെങ്കിലും പാവകളായിരിക്കും. ഇതൊന്നും അല്ലെങ്കിൽ ഇതൊരു ഫോൾസ് മെമ്മറി ആണെന്ന് തന്നെ ചിന്തിച്ചു. അന്നേരവും ഒട്ടനവധി ആളുകൾക്ക് എങ്ങനെയാണ് ഒരേപോലെ ഫോൾസ് മെമ്മറി ഉണ്ടായത് എന്നൊരു ചോദ്യമുണ്ട്. അതിനിപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. ശോഭ ചിരിക്കുന്നില്ലേ? ട്രോൾസ് അല്ലെങ്കിൽ മീംസ് ഉണ്ടാക്കുന്നവർ അങ്ങനെ യൂസ് ചെയ്ത് നമ്മുടെ മനസ്സിൽ അങ്ങനെ കയറി പോയതാണെന്ന് വേണേൽ നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾ ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ശ്രീനിവാസൻ ചേട്ടന്റെ ശബ്ദത്തിൽ പുള്ളിക്കാരൻ അതേ രീതിയിൽ പറഞ്ഞ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ശോഭ ചിരിക്കുന്നില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചതായിട്ട് നമുക്ക് ഓർമ്മയില്ലേ? ആ ഓർമ്മ എവിടെ നിന്ന് വന്നു? അവിടെയാണ് പ്രശ്നം. അതൊക്കെ പോട്ടെ, ഇതൊരു ഫോൾസ് മെമ്മറിയാണ്, നമ്മൾ തെറ്റിദ്ധരിച്ചാണെന്ന് നമ്മൾ സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ അവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം റേസ് ആവുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഓർമ്മയുടെ കുഴപ്പമാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും? ഈ റിയാലിറ്റിയെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും? ഇത്ര പെട്ടെന്ന് കൺഫ്യൂസ് ആയി പോകുന്ന ഒരു ബ്രെയിനും കൊണ്ട് നമുക്ക് മുന്നോട്ട് സർവൈവ് ചെയ്തു പോകാൻ സാധിക്കുമോ? ഹ്യൂമൻസിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ഭൂമിക്ക് നേരെ വരുമ്പോൾ, ഭൂമിയെ ആക്രമിക്കാൻ വരുമ്പോൾ, ഭാവിയിൽ അങ്ങനെ സംഭവിച്ചാൽ നമ്മൾക്ക് അതൊക്കെ സർവൈവ് ചെയ്ത് നിൽക്കാൻ സാധിക്കുമോ? ഇനിയിപ്പോൾ ജോർജ് കുട്ടിയെ പോലെ ഒരു ക്ലാസിക് ക്രിമിനൽ വന്ന് സംഭവിച്ചിട്ടേ ഇല്ലാത്ത കാര്യം സംഭവിച്ചു എന്ന് വരുത്തി തീർത്താലും നമ്മൾ വിശ്വസിച്ചു പോകും. നമ്മൾ ഇങ്ങനെയൊക്കെയാണ്. സോ ഗൈസ്, ഇത്രയൊക്കെ കേട്ടതിൽ നിന്ന് എന്ത് കരുതുന്നു? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? മണ്ടേല എഫക്റ്റിനെ പറ്റി അറിയാവുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ കണ്ടത് വർത്താണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതേപോലെ ഇമാതിരി വിഷയങ്ങൾ താല്പര്യമുള്ള ആളുകൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടി സപ്പോർട്ട് ചെയ്യുക.